എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. ജോയിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. 47 മണിക്കൂറത്തെ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിന് സമീപം പൊങ്ങിയത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജിലെത്തിച്ചു. മന്ത്രിമാരും മേയറും ജനപ്രതിനിധികളും മെഡിക്കൽ കോളേജിലെത്തി. 3 ദിവസം രാപ്പകലില്ലാതെ ശ്രമിച്ചിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനാകാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങിപ്പൊട്ടി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30 സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. ഏക ആശ്രയമായിരുന്ന മകന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്ന അമ്മ മെൽഹിയുടെ മുന്നിലെത്തിയത് ചേതനയറ്റ ശരീരം. അമ്മയുടെയും ബന്ധുക്കളുടെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മേയർ ആര്യ രാജേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ബഹുമാന്യനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് MLA കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ചും ഉടൻ തീരുമാനമുണ്ടാകും. ഇവിടെ നിന്നുമാണ് ജോയി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത്. മടങ്ങി വരുമെന്ന ഉറപ്പിന്മേൽ. അപകട വാർത്ത എത്തുമ്പോഴും മടങ്ങി വരുമെന്ന പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ മടങ്ങിയെത്തിയില്ല. മാലിന്യ കൂമ്പാരം ജീവനെടുത്തു. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വാക്പോര്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ദുരന്തമുണ്ടാകുമ്പോൾ പോലും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തനം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നോക്കുകുത്തിയാകുന്നു. കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം തീർപ്പാക്കണം. സംസ്ഥാനത്ത് വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഏകോപനമുണ്ടാകണം വകുപ്പുകൾ തമ്മിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് ഇതുപോലൊരു ദുരന്തമുണ്ടായിട്ടും സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും വിമർശനം. എന്നാൽ ദുരന്തത്തിൽ പോലും പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. രക്ഷാദൗത്യത്തിന് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചെന്നും ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും മന്ത്രി V. ശിവൻകുട്ടി. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തതുകൊണ്ടാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇത്രയും സംഭവവികാസം ഉണ്ടായ ശേഷം അദ്ദേഹം സ്ഥലത്ത് വന്ന് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എല്ലാം റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും മേയർക്കെതിരെ കേസെടുക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ ദുരന്തത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച ഹൈക്കോടതി. കേസ് ഈ മാസം 26 പരിഗണിക്കും. മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനോട് കോടതി ആവശ്യപ്പെട്ടു. റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമെന്നും കോടതി വ്യക്തമാക്കി.
ഈ കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പത്തനംതിട്ടയിൽ മിന്നൽ ചുഴി അടിച്ചു. കോഴിക്കോടും പാലക്കാടും വീട് തകർന്നു വീണു. പാലക്കാട് കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മരം വീണു. പന്തളത്താണ് വൈകുന്നേരം 4 മണിയോടെ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായത്. യക്ഷിവിളക്കാവിന് സമീപം 10 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മരങ്ങൾ കടപുഴകി വീണ് റാന്നിയിലെ കുളത്തിൽ വീട്ടിൽ മനോജിന്റെ വീട് ഭാഗികമായി തകർന്നു. കനത്ത മഴയിൽ പാലക്കാട് കാക്കത്തറയിൽ ഇളയപുരയ്ക്കൽ സരോജിനിയുടെ വീട് തകർന്നു വീണു. സരോജിനിയും മകനും മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നാദാപുരത്ത് ഈയങ്കോട് വെളിയാറ വിമലയുടെ ഇരുനില വീടും മഴയിൽ തകർന്നു. വിമല മകന്റെ കൂടെ താമസിക്കുന്നതിനാൽ അപകടം ഒഴിവായി. ചാലിയത്ത് വിറകുപുര വീണ് ഓട്ടോറിക്ഷ തകർന്നു. ചാലിയം കുന്നുമ്മൽ മൊയ്തീൻ കോയയുടെ വീടിന്റെ വിറകുപുരയാണ് തകർന്നത്. പാലക്കാട് തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം വീണ് ഓടുകൾ തകർന്നു. ചുമരുകൾക്കും ബലക്ഷയം സംഭവിച്ചതിനാൽ സ്കൂളിന് നേരത്തെ അവധി പ്രഖ്യാപിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോട്ടയം ജില്ലയിലും മഴ കനത്ത നാശം വിതച്ചു. ചിങ്ങവനം കനകക്കുന്നിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പാമ്പാടി ചെമ്പക്കരയിൽ സ്കൂട്ടർ യാത്രികരുടെ മുകളിലേക്കാണ് മരം വീണത്. വൈക്കത്ത് വെച്ചൂർ റോഡിൽ കാറുകളുടെ മുകളിലേക്ക് മരം വീണു. എറണാകുളം എടക്കാട്ടുവയലിൽ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുത ബന്ധം തകരാറിലായി. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണു. ഇലക്ട്രിക് ലൈനിന് മുകളിലാണ് മരം കടപുഴകി വീണത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. അയ്യപ്പൻകോവിൽ ആലടിയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. കനത്ത മഴ തുടരുന്നതിനാൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചു. തൃത്താല വെളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് 4 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊങ്കൺ പാതയിലെ രത്നഗിരി സെക്ഷനിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിലൂടെ കടന്നുപോകുന്ന 4 ട്രെയിനുകൾ റദ്ദാക്കി. 8 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. മഴ തുടരുന്നത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വെല്ലുവിളിയാണെന്ന് റെയിൽവേ അറിയിച്ചു. കൊങ്കൺ പാതയിൽ ഇന്നലെ രാത്രി വീണ്ടും മണ്ണിടിഞ്ഞതോടെയാണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ബുധനാഴ്ച തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലകിലേക്കുമുള്ള നേത്രാവതി എക്സ്പ്രസ് സർവീസ് റദ്ദാക്കി. ഇന്നലത്തെ ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥും വ്യാഴാഴ്ചയിലെ കൊച്ചുവേളി ലോകമാന്യ തിലക് ഗരീബ് രഥും സർവീസ് നടത്തില്ല. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്, എറണാകുളം അജ്മീർ മരുസാഗർ എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടത്. നിയന്ത്രണം മലബാറിലെ യാത്രക്കാരെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിലിടിച്ച അപകടം. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവർക്കെതിരെയാണ് നടപടി. ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത്. ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. സദാസമയം തിരക്കുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരാൾ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശിയും CPI പ്രാദേശിക നേതാവുമായ രവീന്ദ്രൻ നായർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയത്. ചികിത്സ കഴിഞ്ഞ് OP കൗണ്ടറിന് സമീപത്തെ 11 നമ്പർ ലിഫ്റ്റിൽ കയറി. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ബട്ടൺ അമർത്തിയതിന് പിന്നാലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി. രവീന്ദ്രനെ കാണാതായതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പരാതി നൽകി. ഇന്ന് രാവിലെ ജീവനക്കാരനെത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് രവീന്ദ്രനെ കാണുന്നത്. ലിഫ്റ്റിൽ സുരക്ഷാ സംവിധാനങ്ങളോ സമീപത്ത് CCTVയോ ഉണ്ടായിരുന്നില്ലെന്ന് രവീന്ദ്രന്റെ മകൻ 24നോട് പറഞ്ഞു. അറിയാം, അപ്പോൾ ലിഫ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ അതിൽ കയറില്ല. ഇത് ഓപ്പറേറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ടും ഇത് വർക്കിംഗ് ആയിട്ടാണ് വർക്കിംഗ് സിറ്റുവേഷനിലാണ് അതിനകത്ത് കയറുന്നത്. 2 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട്
ആരും അറിഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരെയാണ് നടപടി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ CPI-യിൽ ഭിന്നത. നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന് ദേശീയ നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ആനി രാജ യോഗത്തെ അറിയിച്ചു. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തീരുമാനം പിന്നീട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന്റെയും CPI-യുടെയും ദേശീയ നേതാക്കൾ വയനാട്ടിൽ നേർക്കുനേർ മത്സരിച്ചത് ശരിയായില്ലെന്ന് ആനി രാജ തന്നെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നതായും ആനി രാജ യോഗത്തെ അറിയിച്ചു. ഇന്ത്യ സഖ്യ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നത് BJPക്ക് മുതലെടുപ്പിന് അവസരം നൽകും എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുള്ള കത്ത് യോഗത്തിൽ വായിച്ചു. മത്സരിച്ചതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടായില്ലെന്നും CPI-എമ്മിൽ നിന്നും മതിയായ പിന്തുണ ലഭിച്ചില്ലെന്നും ആനി രാജ കുറ്റപ്പെടുത്തി. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട ആനി രാജ വിയോജിപ്പുകൾ പാർട്ടിക്കകത്ത് പറയാൻ അവസരമുണ്ടെന്ന് പ്രതികരിച്ചു. അവിടെ രാഹുൽ ഗാന്ധി വിജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇതൊക്കെയല്ല ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞാൻ ഒരു പാർട്ടി മെമ്പറാണ്. ആ പാർട്ടി മെമ്പർക്ക് പറയാനുള്ള എൻ്റെ ഫോറങ്ങളിൽ അത് പറയാം. അങ്ങനെ ആ ഒരു ഫോറം അപ്പോൾ സാധ്യമല്ലെങ്കിൽ അത് കത്തുകൾ അത് എല്ലാവർക്കുമുള്ള ഒരു CPI-യുടെ ഓരോ മെമ്പർക്കുമുള്ള അവകാശമാണത്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിമർശനം ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനം അനുസരിച്ചാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും ദേശീയ നേതൃത്വത്തിന് തിരുത്താൻ സമയമുണ്ടായിരുന്നെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. ഇടത് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും കേരള നേതാക്കൾ യോഗത്തെ അറിയിച്ചു. ആനി രാജയെയും ഗിരീഷ് ശർമ്മയെയും ദേശീയ സെക്രട്ടേറിയറ്റിലും KP രാജേന്ദ്രനെ ദേശീയ എക്സിക്യൂട്ടീവിലും ഉൾപ്പെടുത്താനുള്ള തീരുമാനം ദേശീയ കൌൺസിൽ അംഗീകരിച്ചു. നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് കൌൺസിൽ അംഗീകരിച്ച അവലോകന റിപ്പോർട്ട്. 24, ഡൽഹി. CPI-യെ പിടിച്ചുകുലുക്കി ഒളിക്യാമറ വിവാദം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിന്റെയും മഹിളാ സംഘം നേതാവിന്റെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പാർട്ടി നേതൃത്വത്തിന് പരാതി. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് പരാതിക്ക് ആധാരം. ആരോപണ വിധേയനായ നേതാവിനെതിരെ പ്രാഥമിക നടപടിയെടുത്തു. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്ന മുറിയിലാണ് ഒളിക്യാമറ വച്ചത്. ദൃശ്യങ്ങളിൽ കുടുങ്ങിയതാകട്ടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ സംഘം നേതാവും. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പരാതിയും തെളിവുമായി ആദ്യം നൽകിയത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്. ASF മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ പരാതിക്കാരൻ പിന്നീട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ പുതിയ സെക്രട്ടറിക്കും പരാതിയും തെളിവും കൈമാറി. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കൗൺസിലിൽ പരാതിയും ദൃശ്യങ്ങളും പരിശോധിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തെ കോട്ടയം ജില്ലയുടെ ചുമതലകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന സംസ്ഥാന കൗൺസിലിൽ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചതായാണ് വിവരം. എന്നാൽ ഒളിക്യാമറ വച്ചതാരാണെന്ന് പരിശോധിക്കാൻ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. IAS തലപ്പത്തിൽ അഴിച്ചുപണി. തിരുവനന്തപുരം കളക്ടർ ജെറമിക് ജോർജിനെയും ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെയും സ്ഥലം മാറ്റി. അനുകുമാരിയാണ് തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടർ. കോട്ടയം കളക്ടർ V വിഘ്നേശ്വരി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. ജോൺ V സാമുവലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, മാറ്റങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി ജില്ലാ കളക്ടർമാർക്കാണ് ഇപ്പോൾ അവരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ജെറോമിക് ജോർജിനെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നാക്ക വകുപ്പ് വികസന വകുപ്പിലേക്ക് ഡയറക്ടറായിട്ടാണ് മാറ്റി നിയമിച്ചത്. നേരത്തെ ഈ സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലുമായിട്ടൊക്കെയുള്ള തർക്കം അത് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഈ കുഴിനഖ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ജെറോമിക് ജോർജിനെ സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന് അതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ആ ജെറോമിക് ജോർജിനെ തിരുവനന്തപുരം ജില്ലാ കളക്ടറാക്കി മാറ്റി. അതേസമയം IT മിഷനിലുണ്ടായിരുന്ന അനുകുമാരിയെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായി മാറ്റി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന അല്ലെങ്കിൽ V വിഘ്നേശ്വരിയാണ് ഇടുക്കി ജില്ലാ കളക്ടറായി നിയമിച്ചിട്ടുള്ളത്. ഈ നേരത്തെ ഈ പിന്നോക്ക വികസന വകുപ്പിൽ ഉണ്ടായിരുന്ന ജോൺ V സാമുവലിനെ കോട്ടയം ജില്ലാ കളക്ടറായിട്ടും മാറ്റി നിയമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും മാറ്റി നിയമിച്ചു. ഈ സപ്ലൈകോ MD സ്ഥാനത്ത് നിന്നും മാറ്റി പകരം നിയമനം കൊടുക്കാതിരുന്ന ശ്രീറാം വെങ്കിട്ടരാമന് നിയമനമുണ്ട് എന്നുള്ളതും ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീറാം വെങ്കിട്ടരാമനെ ഈ നിലവിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ധനവകുപ്പിലേക്കാണ്. ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് ശ്രീറാം വെങ്കിട്ടരാമന് നിയമനം നൽകിയിട്ടുള്ളത്. പ്രവിധ, ശരി.
IAS ഓഫീസേഴ്സിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെയും ഇടുക്കി കളക്ടറെയും കോട്ടയം കളക്ടറെയും സ്ഥലം മാറ്റി. വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മൊബൈൽ ഫോൺ കടയുടമയെ തട്ടിക്കൊണ്ടുപോയി. മുഴിക്കൽ സ്വദേശി ഹർഷാദിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. മോചനദ്രവ്യമായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 12 മണിക്കാണ് സംഭവം. ഈങ്ങാപ്പുഴയിലെ ഭാര്യ വീട്ടിലായിരുന്ന സമയത്ത് ഒരു ഫോൺ വന്നതിനു പിന്നാലെ ഹർഷാദ് കാറിൽ പുറത്തേക്ക് പോയി. പിന്നീട് തിരിച്ചു വന്നില്ല. ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 12:30 മണിയായിട്ടുണ്ട്. 1 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചു നോക്കിയപ്പോൾ 1 മണിക്ക് എത്തിയിട്ടില്ല വീട്ടിൽ. അപ്പം മുഴിക്കലേക്ക് നമ്മളെ വീട്ടിലേക്ക് വന്നാമെന്ന് കരുതി. അവിടെ വന്ന് നോക്കുമ്പോൾ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ വീട്ടിൽ എത്തിയിട്ടില്ല. പിന്നെ ഉച്ചക്ക് വിളിച്ച് അപ്പോൾ പിന്നെ ഫോൺ എടുത്ത് അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരൂ, ഞാൻ മലപ്പുറമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയമൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ വീട്ടിലെത്തുന്നില്ല. അങ്ങനെ രാത്രിയാവും ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് നോക്കുമ്പോൾ ഫോൺ എടുത്ത് അന്നേരമാണ് പറയുന്നത്, പിന്നെ എനിക്ക് ഇവിടുന്ന് പോരണമെങ്കിൽ 10 ലക്ഷം ഉറുപ്പികയാണ് അവർ ചോദിക്കുന്നത്, 10 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു കരഞ്ഞ സൗണ്ടിലാണ് പറയുന്നത്. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ, മുക്കം CI മാരും 11 പോലീസ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. 24 കോഴിക്കോട്. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പോലീസുകാരൻ റിമാൻഡിൽ. കണ്ണൂർ AR ക്യാമ്പിലെ ഡ്രൈവർ സന്തോഷ് കുമാറിനെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഇന്ധനം നിറച്ചതിന്റെ മുഴുവൻ പണവും നൽകാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് കണ്ണൂർ ടൗണിലെ NKBT പമ്പിൽ ഞെട്ടിക്കുന്ന അതിക്രമം അരങ്ങേറിയത്. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷ് കുമാറാണ് ഈ പരാക്രമം കാട്ടിയത്. കാറിൽ പെട്രോൾ അടിച്ചതിനു ശേഷം മുഴുവൻ പണവും നൽകാതെ പോലീസുകാരൻ പോകാൻ ശ്രമിച്ചു. പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ ബാക്കി പണം കൂടി നൽകണമെന്നാവശ്യപ്പെട്ടു. ഇതിനു കൂട്ടാക്കാതിരുന്ന പോലീസുകാരൻ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി ഏറെ ദൂരം അകലെയുള്ള ട്രാഫിക് സ്റ്റേഷൻ വരെ വാഹനമോടിച്ചു. പമ്പ് ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. താഴെ പോയിട്ടങ്ങമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മരണപ്പെടുത്തം പിടിച്ചത്. ആ പിടുത്തത്തിൽ രക്ഷപ്പെട്ടു. ഇല്ല എനിക്ക് ഇയാളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വണ്ടി അവിടെ നിന്ന് ബ്ലോക്കായതാണ് എനിക്ക് മുമ്പിൽ പോയി നിൽക്കാൻ കഴിഞ്ഞത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സന്തോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടക്കും. 24 കണ്ണൂർ. PSC കോഴി ആരോപണത്തിൽ CPM നേതൃത്വത്തിനും പാർട്ടി കൺട്രോൾ കമ്മീഷനും പരാതി നൽകുമെന്ന് ആരോപണത്തിൽ നടപടി നേരിട്ട പ്രമോദ് കോട്ടൂളി. ചിലർ തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും പ്രമോദ് 24നോട് പറഞ്ഞു. കോഴി ആരോപണത്തിൽ കോൺഗ്രസും BJPയും പ്രതിഷേധം ശക്തമാക്കി. പാർട്ടി അനുഭാവി എന്ന നിലയിൽ തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമെന്ന് പ്രമോദ് കോട്ടൂളി. ഒരു തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ പ്രവർത്തിച്ചു. ഒരു സഖാവ് മറ്റൊരു സഖാവിനെ നശിപ്പിക്കരുത്. പാർട്ടിക്കും പോലീസിനും ഇവർക്കെതിരായ തെളിവ് കൈമാറുമെന്നും പ്രമോദ് പറഞ്ഞു. തെറ്റായ സ്ക്രിപ്റ്റ് ഇതിനകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഒരു CPIM അനുഭാവി എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അത് ഞാൻ കാണിക്കും. അതിപ്പോൾ എൻ്റെ പാർട്ടി സഖാക്കൾ എന്നോട് ആവശ്യപ്പെട്ടതാണ്. അത് ഞാൻ സ്വാഭാവികമായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ ഈ സത്യസന്ധത ബോധ്യപ്പെടുത്തും. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളായിട്ട് ഞാനൊരു സാമ്പത്തിക ഇടപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് എവിടെയും പോകാലോ. എനിക്ക് കൃത്യമായിട്ട് പോകാലോ. കൃത്രിമമായി രചിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ്, അത് കൃത്രിമമായി തന്നെ നമുക്ക് സത്യം വെച്ച് പൊളിക്കാവുന്നതാണ്. PSC കോഴ വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കോഴ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട് പുഞ്ചവയലിലെ തോട്ടത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെ മുതൽ നിലയുറപ്പിച്ചത് 4 കാട്ടാനകൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി.
KSRTC ബസ്സിൽ വീണ്ടും ലൈംഗികാതിക്രമം. കൊല്ലം തിരുവനന്തപുരം KSRTC ബസ്സിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറി. കൊല്ലം സ്വദേശി രൂപേഷ് റിമാൻഡിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 13-ാം പ്രതി കുഞ്ഞനന്ദന്റെ ഭാര്യയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. നടപടി കുഞ്ഞനന്ദനെ ശിക്ഷിച്ച വിധി റദ്ദാക്കണമെന്ന ഹർജിയിൽ. കാസർഗോഡ് കൊളത്തൂരിൽ ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്ക് ജീവപര്യന്തം തടവ്. അമ്മാളുവമ്മ വധക്കേസിൽ പ്രതി അംബികയെ ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിന്. കാസർഗോഡ് വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സ തേടിയെത്തിയ യുവാക്കളിൽ നിന്ന് MDMA പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം തുമ്പയിലെ ബോംബേറു കേസിൽ 4 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. 1-ാം പ്രതി സുനിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ കീഴടങ്ങിയത് വഞ്ചിയൂർ കോടതിയിൽ. വാർത്തകൾ തുടരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമത്തിൽ അന്വേഷണം തുടർന്ന് FBI. വധശ്രമം ആഭ്യന്തര തീവ്രവാദമായി കണക്കാക്കിയാണ് അന്വേഷിക്കുന്നതെന്ന് FBI വ്യക്തമാക്കി. അക്രമി തോമസ് മാത്യു ക്രൂക്സ് ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയത് എന്നും സ്ഥിരീകരണം. റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ട്രംപ് മിൽവാക്കിയിൽ എത്തി. ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഭീകരർക്കായുള്ള സുരക്ഷാ സേനയുടെ തെരച്ചിൽ. കെരാൻ സെക്ടറിൽ നുഴഞ്ഞുകയറിയ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഡൽഹി GTB ആശുപത്രിയിൽ പ്രതിഷേധം. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. നഴ്സുമാർ ഉൾപ്പെടെ പ്രതിഷേധിച്ചത് ആശുപത്രിയിലെ രോഗി വെടിയേറ്റ് മരിച്ചതിന് പിന്നാലെ. തമിഴ്നാട് കടലൂരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ. പ്രളയബാധിത സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസമിൽ പ്രളയക്കെടുതിയിൽ 2 പേർ കൂടി മരിച്ചു. ഉത്തർപ്രദേശിലെ മഴക്കെടുതിയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതിയില്ല സർ എന്ന പരിപാടിയുമായി എത്തുന്നു ഡോക്ടർ ഉന്മേഷ് ചെല്ലാമൻ.